നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ കണ്ടോ, എന്നും നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന കിളിയാണ്. ഫ്രിഡ്ജിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഓശാനയാണ്. അപ്പം പള്ളിയിൽ പോകണം. ഞങ്ങൾക്ക് കടമുള്ള ഒരു തിരുനാളാണിത്. അപ്പോഴേ പോയേ പറ്റൂ. ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. എനിക്ക് ഭയങ്കര ജോലി തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ചെയ്താലും തീരാത്ത ജോലിയാണ്. എങ്കിലും പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ആട്ട കുഴച്ചങ്ങോട്ട് മാറ്റി വെച്ചു. കടലക്കറിക്ക് അടുപ്പേ വെച്ചു, വെന്ത് വെച്ചേക്കുന്നു. ഇനിയും ഉള്ളിയും എല്ലാം കൂടെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കറി തയ്യാറാക്കണം. ഓശാനയ്ക്ക് വേണ്ടി പൂ പറിക്കുകയാണ്. സാധാരണ ഞങ്ങളുടെ പള്ളിയിൽ ഓശാനയ്ക്ക് വേണ്ടി നമ്മൾ ചെല്ലുന്നവരുടെ വീട്ടിൽ നിന്ന് പൂക്കൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ കുരുത്തോല കൊണ്ടുപോകാറുണ്ട്. പിന്നെ ചിരട്ട കരിച്ച് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ ഒരു നേർച്ചയാണ്. അങ്ങനെ വീടുകളിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാനും പക്ഷേ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പൂ പറിക്കുന്നത്. എനിക്ക് ഓശാന അവിടെ പാടുമ്പോൾ എനിക്ക് പൂക്കൾ വിതറാനാണ്. അങ്ങനെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി അവരവരുടെ വീട്ടുകളിൽ നിന്ന് പൂക്കൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഞാനും ഇവിടെ പൂക്കൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നന്ദിയാർവട്ടത്തിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അത് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ പറിച്ചെടുക്കാം. ഈ കൊമ്പിലെ പൂക്കളൊന്നും പറിക്കുന്നില്ല. നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിക്കാണ് വിളക്ക് വയ്ക്കുക പരിപാടിയുണ്ടല്ലോ വൈകിട്ട്. വിളക്കത്ത് ചേച്ചി വന്ന് എന്നും പറിക്കുന്നതാണ് ഈ പൂക്കൾ. അപ്പം ചേച്ചിക്ക് പറിക്കാനും വേണ്ടി 2-3 കൊമ്പ് പൂക്കൾ ഞാൻ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളെല്ലാം പറിച്ചെടുത്തു. നമ്മൾ റോസാ ചെടികളിലും പൂക്കളുണ്ട്. ഇതും പറിച്ചെടുക്കാം. അല്ലി അടന്നിട്ടുണ്ട്, സാരമില്ല. കുറച്ച് പൂക്കളേ ഉള്ളൂ ഇനിയും. ഇപ്പോഴും ഞാൻ കടലയാണെങ്കിൽ ഗ്യാസ് അടുപ്പയിലോട്ട് വെച്ചു, വീണ്ടും വേവിക്കാനായിട്ട്. പിന്നെ അത് സീറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 5-6 സീറ്റി കൂടെ അടിച്ച ശേഷമേ ഞാൻ വാങ്ങി വയ്ക്കുന്നുള്ളൂ. നമ്മുടെ വിസിലടിക്കുക. പിന്നെ ആട്ട കുഴച്ച് വെച്ചായിരുന്നല്ലോ, അതെന്തായിരുന്നു ഞാൻ നോക്കട്ടെ. നല്ല മാർദ്ദവമായിട്ടുണ്ട്. അപ്പോൾ ഇതിനി അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ഉണ്ടാക്കി അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ട് പള്ളിയിൽ പോവുകയാണ്. അപ്പോഴേ ഞാനൊന്ന് ഉണ്ടാക്കട്ടെ. അതിനുശേഷം പള്ളിയിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം. ഓക്കെ. പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോയിട്ട് വരട്ടെ. ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. അപ്പം പള്ളിയിലോട്ട് നടന്നു പോകുന്ന വഴിയാണ് ഇത്. അര കിലോമീറ്റർ നടക്കണം. 1/2 കിലോമീറ്റർ അല്ല, സോറി, 1/2 മണിക്കൂർ നടക്കണം. എല്ലാം അങ്ങ് തെറ്റിപ്പോവുകയാണ്.
ാണ് കോലിഞ്ചി വ്യാപാരം നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത്തെ കോലിഞ്ചി വ്യാപാരം നടക്കുന്ന സ്ഥലമാണ് ഇത്. ഇവരുടെ ഗോഡൗണാണിതെല്ലാം. കണ്ടോ, ഇതെല്ലാം കോലിഞ്ചി അടുക്കി വെച്ചേക്കുകയാണ്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റുമതിയാണ്. കണ്ടോ, ഇതിൻ്റെ പുറകിലോട്ട് കെട്ടിടങ്ങൾ തീർത്തിട്ടുണ്ട്. ഇതിലെല്ലാം ഇതുപോലെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനാണെങ്കിൽ ജംഗ്ഷനിലോട്ട് നടന്നു പോവുകയാണ്. അപ്പോഴേ ഇവിടെ ഒരുപാട് തെരുവോട്ടികളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അയാളുടെ പുറകെ കുറച്ചുകൊണ്ട് തെരുവോട്ടികൾ ഓടിപ്പോവുക. അയാൾ പേടിച്ച് സ്പീഡിൽ നടന്നു പോവുക. ഈ ഒരു വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയി, അല്ലെങ്കിൽ അയാളെ കടിച്ചു കൊന്നേ. നമ്മുടെ പള്ളി എത്തി. നമ്മുടെ പള്ളിയാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് മർത്തമപ്പള്ളിയുണ്ട്. കണ്ടോ, ഞങ്ങളുടെ പള്ളിയിലെത്തി. മുറ്റത്തോട്ട് കിടക്കുകയാണ്. അകലെയുള്ള കാഴ്ച കണ്ടോ. ഞങ്ങളുടെ പള്ളിയുടെ മുൻവശമാണ്. അകലെയുള്ള കാഴ്ചകളാണിത്. അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വന്നു ഇനിയും കഞ്ഞി വെക്കാനായിട്ട് അടുപ്പ് കത്തിക്കുകയാണ്. കഞ്ഞിയൊക്കെ വെക്കാതാണ് ഞാൻ പള്ളിയിൽ പോയത്. അപ്പം ഇനി എനിക്ക് ഇഷ്ടംപോലെ പണി കിടപ്പുണ്ട്. ഭയങ്കര മഴ വരുന്നു. അതിനു മുമ്പായിട്ട് പരിസരം എല്ലാം തൂത്ത് വാരണം. ഒരുപാടുണ്ട് തൂക്കാൻ. ഇന്നലെ മഴ പെയ്ത് കരിയില മുഴുവനും നമ്മുടെ മുറ്റം പരിസരങ്ങളുണ്ട്. മരത്തിൻ്റെ ശിഖരം വീണ് കിടക്കുന്നു, അത് വെട്ടിമാറ്റണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോഴേ കഞ്ഞി ഒന്ന് അടുപ്പിട്ടിട്ട് ആ പണിയിലേക്ക് പോകാം. തീയൊന്ന് കത്തിപ്പിടിക്കട്ടെ. അപ്പോഴത്തേക്കിന് കഞ്ഞിക്ക് വെള്ളം എടുത്തു കൊണ്ടുവരാം. വെള്ളം ചൂടായിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ഓശാന പെരുന്നാളിൻ്റെ കുരുത്തോല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇത് വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും വീടിന് തടസ്സങ്ങളോ വീടിന് സംരക്ഷണമേകാനും വണ്ടിക്ക് സംരക്ഷണമേകാനും ഒക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക പതിവുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഓലയുടെ ഒരു പാളി കീറി കുരിശ് പോലെ കിട്ടിയിട്ട് നമ്മൾ കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേ ഇപ്പം എന്നോട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആൾ ചോദിച്ചു, പിന്നെ എനിക്ക് ഒരു കുരുത്തോല തരണേന്ന് പറഞ്ഞു. ആൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓശാന തിരുനാൾ ആശംസകൾ. മേളിലൊക്കെ തൂക്കാൻ പോകുന്നതിന് മുമ്പായിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ എത്തുകയാണ്. ചായ കുടിച്ചിട്ടാകാം ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ. മഴ ശരിക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് തൂത്ത് വരണം. നല്ല മഴക്കോളാണ്. ആകാശത്ത് മൂടിക്കെട്ട് കിടക്കുകയാണ്. കുരങ്ങനെ പേടിച്ചിട്ടേക്കുവാണ്. കണ്ടോ, പിന്നെ മോളിലും ഉണ്ട്. ഒരുപാട് പിന്നെ മരങ്ങളുണ്ട്. മരങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് കരിയിലയാണ്. അപ്പം കയറിപ്പോകുന്നിടത്തെ സ്റ്റെപ്പാണ്. തൂത്ത് മാറ്റിയിട്ട് നിറയെ കരിയില. ഞാനിവിടെ തൂത്തോട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇടിമുഴക്കമായിരുന്നു.
ഇപ്പോഴേ അത് സ്പീഡിൽ തൂത്ത് കൂട്ടി വാരി തീ കത്തിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മഴയ്ക്കോടാണെങ്കിൽ ഒരു മുറ്റത്തൊരു ശിഖരം വീണ് കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഷീറ്റ് വരയുടെ അവിടെയാണ് ഞാനിപ്പം തൂത്തുകൊണ്ടിരിക്കുന്നത്. ആ ശിഖരങ്ങളെല്ലാം വെട്ടി മാറ്റണം. അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. ഇപ്പം വീഡിയോ കാണാം. കുറച്ച് വിറക് ഉണങ്ങിയതുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറേ പച്ചയാണ്. ഇന്ന് ഞാൻ വെട്ടി എടുത്ത് കൂട്ടുന്നുള്ളൂ. നാളെ അത് എല്ലാം വെട്ടിപ്പറക്കി നമുക്ക് വിറക് വയ്ക്കുന്നിടത്ത് വയ്ക്കണം. ഇപ്പോഴേ ഭയങ്കരമായിട്ടും ഇടി മുഴങ്ങുന്നുണ്ട്. എൻ്റെ ഫോണ് തകരാറിലാകുമോ എരിഞ്ഞു പോകുമോ എന്നൊരു പേടിയുമുണ്ട്. അമ്മ എന്നെ വഴക്ക് പറയുന്നുണ്ട്, ഫോൺ ഓഫാക്കി വയ്ക്കുമെന്നും പറഞ്ഞ്. എന്തായാലും ഇത് സ്പീഡിലങ്ങ് വെട്ടിയെടുക്കുക. ഫോണൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഫോൺ വീഡിയോ പിടിക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അത്രയ്ക്ക് ഇടി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവഴിയും ഇത് വീഡിയോ പിടിക്കുമ്പോഴേ ഒരു പക്ഷേ കേൾക്കാം ഇടി മുഴങ്ങുന്ന ശബ്ദം. അത്രയ്ക്ക് ഇടി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണാം. അങ്ങനെ വിറക് വെട്ടി മാറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുറേ കൂടെ തൂക്കാനുണ്ടായിരുന്നു. അതുകൂടെ തൂത്ത് കൂട്ടി ഞാൻ തീയിട്ടു. കൂട്ടുന്ന വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ചുകൂടെ വാരിക്കൊണ്ട് വരാൻ. വാരി ഇട്ട് കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസരത്ത് ഏതോ എന്നെ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ട് അത് അലയ്ക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല, ഇറങ്ങിപ്പോവുക. കറിവേപ്പില നിൽക്കുന്നത് കണ്ടോ? കറിവേപ്പും കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. ഒരുപാടുണ്ട്. ഉണ്ടോ? ആരെങ്കിലും നട്ട് വളർത്തിയതുപോലെ വളരും. വീട്ടിലിറങ്ങി വരുന്നതിന് മുമ്പേ മഴ ചാറ്റലിട്ടു. വീട്ടിൽ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ശക്തി പ്രാപിച്ചു. അതോടൊപ്പം കാറ്റും ഇടിയും മിന്നലും. അപ്പോഴേ മഴ തകൃതിയായിട്ട് വീട്ടിൽ നടക്കട്ടെ. നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം. വീട്ടിൻ്റെ അകത്തും കുറച്ച് ജോലികളുണ്ടല്ലോ. ഇപ്പോഴത്തേനും നമ്മൾ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ ഊറ്റി കറികളൊക്കെ വെച്ചു. അപ്പോഴത്തേനും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. പിന്നെ ഇനിയും ഒരിക്കൽ കാണാം.